എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തമിഴ്നാട്ടിൽ കണ്ട എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ലഭിക്കുന്നില്ല. അതായത് ഒരുപാട് നിങ്ങൾ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, എന്നിട്ടും അത് ലഭിക്കുന്നില്ലെങ്കിൽ ഈ 2 ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് ഒന്ന് നോക്കിക്കൊള്ളിട്ട് തീർച്ചയായിട്ടും ഫലം കിട്ടുന്നതായിരിക്കും. ആദ്യം വേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയെടുക്കണം. ഇതൊന്നും പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ, അങ്ങനെ ഒരിക്കലും ആദ്യം വിചാരിക്കേണ്ട. നമ്മളിപ്പോൾ അതായത് ഏത് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കോ ഏത് നാമങ്ങളോ മന്ത്രങ്ങളോ ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിലും കുറച്ചൊന്ന് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഏത് കാര്യം നേടിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇനി പറഞ്ഞു തരാം എന്താണ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ കഴിയും. അതിന് നമ്മൾ മനസ്സിൽ വെക്കണം. അതായത് നമുക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് ആദ്യം വേണം. ഏറ്റവും ആദ്യം വേണ്ടത് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യാൻ വിശ്വാസം എന്നൊരു കാര്യമാണ് കേട്ടോ. വിശ്വാസമില്ലാത്തവർ ആദ്യമേ ഇതിന് നിൽക്കരുത്. ഈ ഒരു കാര്യത്തിന്റെ ഏറ്റവും വലിയൊരു കീ എന്ന് തന്നെ പറയാം, അത് വിശ്വാസമാണ്. അതായത് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, ഞാൻ വിശ്വസിക്കുന്നു, എനിക്കിത് നേടിയെടുക്കാൻ കഴിയും. വിശ്വാസം, ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണം. എങ്കിലേ ലോ ഓഫ് അട്രാക്ഷൻ ഫലം നൽകുകയുള്ളൂ. ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു സേയിങ് ഉണ്ട്, അതായത് ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞതാണ്, ഇമാജിനേഷൻ ഈസ് മോർ പവർഫുൾ ദാൻ ഇന്റലിജൻസ് എന്ന്. അതായത് സാങ്കല്പിക ശക്തി നമ്മൾ മനസ്സുകൊണ്ട്, ചില ആളുകൾ മനസ്സുകൊണ്ട് നേടിയെടുക്കുന്നത് കണ്ടിട്ടില്ലേ? വലിയ അസുഖമൊക്കെ ഉള്ളവരായിരിക്കും, പക്ഷെ അവരവരുടെ വിൽ പവർ കൊണ്ട് അതൊക്കെ അതിജീവിക്കുന്നത് കാണാം. ചില ആളുകളുടെ വളർച്ച കണ്ടിട്ടില്ലേ? പെട്ടെന്നാവും അവര്, നമ്മളൊക്കെ ആകെ ഒരു അത്ഭുതപ്പെട്ട് നിൽക്കും, ഇവരെങ്ങനെ ഇത്ര വലിയ നിലയിലെത്തിയതെന്നൊക്കെ. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നോക്കിക്കോളൂ, അവരുടെ മൈൻഡ് സെറ്റ് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും കേട്ടോ. ഇനി പറഞ്ഞു തരാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ആദ്യം നമ്മളിലുള്ള നെഗറ്റിവിറ്റി ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് പണത്തിനോടുള്ള ഒരു മനോഭാവം, ഞാൻ എത്ര കാലമായി ഇങ്ങനെ ശ്രമിക്കുന്നു, എന്നത് കിട്ടുക, ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് അപ്രോച്ച് ഉണ്ടല്ലോ, അത് ആദ്യം നിങ്ങൾ ഒഴിവാക്കുക. ഞാൻ പണത്തോടെ തന്നെയാണ് ഇരിക്കുന്നത്. അതായത് നമ്മൾ അങ്ങനെ വെറുതെ ചിന്തിക്കുക, നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് വളരെയധികം ശക്തിയുള്ള കാര്യമാണ്. വെറുതെ വിഷ്വലൈസ് ചെയ്തിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? ഫീലോട് കൂടി വിഷ്വലൈസ് ചെയ്യണം. അയ്യോ, എനിക്കിത് കിട്ടിയല്ലോ, ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം നമ്മളിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെയൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നില്ല. ആ ഒരു ഫീലോട് കൂടി, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ഹാപ്പിനെസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ടല്ലേ? അങ്ങനെയുള്ള ആ ഒരു സന്തോഷഭാവത്തോട് കൂടിയിട്ട് ഏത് സമയത്തും ഇരിക്കുക. പണത്തിനോട് പ്രത്യേകിച്ച് എപ്പോഴും പണത്തിനെ റെസ്പെക്ട് ചെയ്യണം. എത്രത്തോളം നമ്മൾ പണത്തിനെ സ്നേഹിക്കുന്നുവോ അത്രയും പണം നമ്മളിലേക്ക് വരും. എത്രത്തോളം നമ്മൾ പണത്തിനെ, അതായത് നെഗറ്റീവോട് കൂടിയിട്ട് സംസാരിക്കില്ല ചില ആൾക്കാർ, ഞാൻ മാത്രം ഇങ്ങനെയായി, അങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് അപ്രോച്ച് ഉണ്ടാവും ചില ആളുകൾക്ക്. അങ്ങനെയുള്ളവരെ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തോളൂ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് പണം വരും. അതിനുവേണ്ടി ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ് ഇനി പറഞ്ഞു തരുന്നത്. 2 അഫർമേഷൻ ആണ് കേട്ടോ. ഒന്നാമത്തെ അഫർമേഷൻ പറഞ്ഞു തരാം. മണി കംസ് ടു മീ സോ ഈസിലി. എപ്പോഴും അഫർമേഷൻസ് ഇംഗ്ലീഷിൽ പറഞ്ഞോളൂ കേട്ടോ. മലയാളത്തിലാവുമ്പോൾ കുറച്ചൊരു പ്രയാസമാണ്. ഇനി ഇതിന്റെ മലയാളം പറഞ്ഞു തരാം. ഏതാണ് പ്രേക്ഷകർക്ക് സൗകര്യമായിട്ട് പറയാൻ പറ്റുന്നത് അതിനനുസരിച്ച് പറഞ്ഞോളൂ. ഇംഗ്ലീഷ് ഒന്നുകൂടി പറയാം. മണി കംസ് ടു മീ സോ ഈസിലി. മലയാളം പറഞ്ഞു തരാം. പണം വളരെ എളുപ്പത്തിൽ എന്നിലേക്ക് വരുന്നു. ഏതാണ് എളുപ്പം അതിനനുസരിച്ച് പറഞ്ഞോളൂ. രണ്ടാമത്തെ അഫർമേഷൻ, എവ്രി ഡേ ഇൻ എവ്രി വേ ഐ അട്രാക്ട് അബണ്ടൻസ്. ഇതിന്റെ മലയാളം പറഞ്ഞു തരാം. ഓരോ ദിവസവും നിരവധി വഴികളിലൂടെ ഞാൻ സമൃദ്ധിയെ ആകർഷിക്കുന്നു. ഈ 2 അഫർമേഷനും ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഈ 2 അഫർമേഷനും എന്ത് ചെയ്യണം? എത്രത്തോളം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുവോ അത്രയും പറഞ്ഞോളൂ. ഇനി ഒന്നാണെങ്കിലും സാരമില്ല. അത് ഒരുപാട് സമയം മനസ്സിൽ അങ്ങനെ പറയണം. ഒപ്പം വിഷ്വലൈസ് ചെയ്യണം. എത്രയാണോ നിങ്ങൾക്ക് വേണ്ട തുക, ആ ഒരു തുക നിങ്ങൾക്ക് കിട്ടി, നിങ്ങളിലേക്ക് അത് വന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. എന്ന് വെച്ച് ഒരുപാട് കോടികളൊന്നും ഇപ്പൊ തന്നെ സ്വപ്നം കാണരുത്. അതായത് സ്വപ്നം കണ്ടോളൂ, പക്ഷെ ഒരിക്കലും അത് കിട്ടുമെന്ന് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കരുതരുത്. ചെറിയ എമൗണ്ട്, അതായത് ഒരു 10 ലക്ഷത്തിന് താഴെയൊക്കെ ആദ്യം സങ്കല്പിക്കുക. വലിയ എമൗണ്ട് സങ്കല്പിക്കണമെങ്കിൽ ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് തന്നെ പറയുന്നത് പോലെ എളുപ്പമല്ല. ഞാൻ ഇനിയും പറയാണ്, ഇതൊന്നും പ്രാവർത്തികമാക്കാൻ അത്ര എളുപ്പമല്ല.
ആദ്യം നമ്മളിലുള്ള നെഗറ്റിവിറ്റി പൂർണ്ണമായിട്ടും ഇല്ലാതെയാവണം. ഏത് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കും വർക്കൗട്ട് ആവണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമ്മളിൽ ഉണ്ടാവണം. അപ്പോഴേ നമുക്ക് ഗുഡ് തിങ്സ് ഒക്കെ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് വാട്ട് വി തിങ്ക് ദാറ്റ് വി ബിക്കം എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളായി തീരുന്നത്. നമ്മൾ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് എത്രത്തോളം അത് ആക്കണോ അത്രയും അത് നമ്മളിൽ നിന്ന് അകന്നു പോകും. നേരെ മറിച്ച് നമ്മൾക്കതുണ്ട്, നമ്മൾ എന്തിനാ വിഷമിക്കുന്നത്, എനിക്കതുണ്ടല്ലോ, എനിക്കത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് കാര്യവും നേടിയെടുക്കാം കേട്ടോ. എനിക്ക് ഉറപ്പാണ്. കാരണം എന്താന്ന് വെച്ചാൽ ശിവോഹം ചിന്നു എന്ന എൻ്റെ ചാനൽ, അതായത് എനിക്കൊരു ചാനൽ തുടങ്ങാനുള്ളത് വളരെയധികം ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. 2025 പകുതിയോട് കൂടിയിട്ടാണ് ഞാൻ ആ ഒരു ആഗ്രഹം നടത്താനുള്ള നമ്മളൊരു ചാനൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വേണമല്ലോ. അതിനോട് എളുപ്പമാണ് ചാനൽ തുടങ്ങുക. നമുക്ക് ആർക്കും ചാനൽ തുടങ്ങുക, ഒരു സ്മാർട്ട് ഫോണും ഒരു മൈക്കും ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ബാക്കിയൊക്കെ പിന്നെ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ചാനൽ തുടങ്ങണം. അതായത് നമ്മളെല്ലാവരും അറിയുന്നു, നമുക്ക് ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ. 2025 നവംബർ പകുതിയോട് കൂടിയിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. എന്നാൽ 2025 കഴിയുമ്പോഴേക്ക്, അതായത് ഈ 2 മാസത്തിനുള്ളിൽ 2025 കഴിയുമ്പോഴേക്ക് ഞാൻ 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കിയിരിക്കുമെന്ന് ഉറച്ച് ഞാൻ വിശ്വസിച്ചിരുന്നിട്ടോ. 2025 കഴിയുമ്പോഴേക്ക് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയി. കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ ചാനൽ തുടങ്ങിയിട്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു വിശ്വാസം വേണം, ആഗ്രഹവും വേണം. ഈ 2 സംഭവം നമ്മളിൽ ഉണ്ടെങ്കിൽ ഏത് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കും നടക്കാൻ പറ്റുള്ളൂ. അതൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളതാണ് കേട്ടോ, അല്ലാതെ എന്നെ ഞാൻ വലുതാക്കി പറഞ്ഞതല്ല കേട്ടോ. ഇനി പറയാം എന്താണ് അടുത്തത് ചെയ്യേണ്ടതെന്ന്. ഈ 2 അഫർമേഷനും ഒന്ന് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുൻപ് ഇത് പറയണം. വീണ്ടും രാവിലെ നമ്മൾ എണീക്കല്ലോ ആ ഒരു സമയത്ത് നമ്മളിത് പറയണം. അത് രാവിലെ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേക്കുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ഇതൊന്നും അത്ര എളുപ്പമല്ല. കാരണം രാത്രിക്ക് നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഓർത്ത് ചെയ്യും. പക്ഷെ രാവിലെ എണീറ്റിട്ട് നമ്മളിത് പറയാന്ന് പറഞ്ഞാൽ അധികം മറക്കും എല്ലാവരും. അങ്ങനെ മറക്കരുത്. 3 മാസത്തോളം ഇത് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടി നിൽക്കുന്നൊക്കെ ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. പിന്നെ ഇപ്പൊ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ വിചാരിക്കും പിന്നെ ഇതൊക്കെ എളുപ്പല്ലേ, പിന്നെ ഇതൊക്കെ ഇങ്ങനെ പറയാൻ നല്ല രസമാണ്, ഞങ്ങളെ പോലെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ പ്രയാസം അറിയുള്ളൂ. അത് ശരിയാണ് പ്രേക്ഷകർ പറയുന്നത്. അത് മറികടക്കേണ്ടത് നമുക്ക്. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ടെക്നിക്കുകൾ ഉണ്ടാവും അതൊക്കെ ചെയ്തോളൂ. പക്ഷെ ചെയ്യുമ്പോൾ വിശ്വാസം എന്ന ഒന്ന് വേണം. ഇനി നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വാസമില്ല, നാമങ്ങളും മന്ത്രങ്ങളുമാണ് വിശ്വാസമെങ്കിൽ അത് ചെയ്തോളൂ. 2ഉം ഒരേ ഫലം തന്നെയാണ് കേട്ടോ. 2ഉം 2 വഴികളാണെന്നേ ഉള്ളൂ. എല്ലാതും എത്തുന്നത് ഒരേ ദിശയിലേക്കാണ് കേട്ടോ. അതായത് എല്ലാറ്റിന്റെ ആ ഒരു അവസാനം എന്ന് പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ ആയിക്കോട്ടെ ഒക്കെ ഒരു സമർപ്പണമാണ്. അപ്പൊ നമ്മൾ ഭക്തിയോട് കൂടിയാണെങ്കിൽ നമ്മൾ ഡിവോഷൻ, അതായത് ഭക്തിയാണല്ലേ നമുക്ക് ആ ഒരു സമയത്ത്. അപ്പൊ നമ്മളെ വിട്ടുകൊടുക്കാണ്, ഒക്കെ ശരിയാവും എന്നുള്ള ആ ഒരു ശക്തിക്ക് നമ്മളെ വിട്ടുകൊടുക്കാണ്. അത് ദൈവിക ശക്തിയായാലും അതായത് പ്രപഞ്ച ശക്തിയായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ എങ്ങനെയാണോ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ പോയിക്കോളൂ. ഇത് പറഞ്ഞു തന്നോന്നുള്ളൂ. ഏത് രീതിയിലായാലും ശരി പ്രേക്ഷകരുടെ പ്രോബ്ലംസ് തീരട്ടെ, അങ്ങനെയാണ് കേട്ടോ എന്റെ പ്രാർത്ഥന. ഇനി പറഞ്ഞു തരാം. നമ്മൾ ഈ 2 അഫർമേഷനും 2 നേരം ഉപയോഗിക്കുക. ഒന്ന് രാത്രി കിടക്കുന്നതിന് മുൻപ്, ഒന്ന് രാവിലെ എണീറ്റ സമയത്ത്. ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് സമയം കിട്ടുമ്പോൾ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം അത് നിങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, അത് ഫീൽ ചെയ്യുക. മാത്രമല്ല ആ ഒരു കാര്യത്തോടു കൂടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പണത്തിന്റെ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാട്ടോ ലോ ഓഫ് അട്രാക്ഷനിലൂടെ. ഓരോ കാര്യങ്ങൾക്കുള്ള ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുമുണ്ട്. ഇപ്പൊ പണത്തിന്റെയാണ് പറയുന്നു എന്ന് മാത്രം. അതുപോലെ നമ്മൾ ഹോപ്പണ എന്നൊരു ടെക്നിക്ക് ഉണ്ട്. ആദ്യം നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒന്ന് താങ്ക്സ് പറഞ്ഞോളൂ. അതായത് നമുക്ക് എന്തുള്ളതിനും ആദ്യം ഒന്ന് നന്ദി പറയാം. നന്ദി പറയുന്ന ഒരു വീഡിയോ ഞാൻ ശിവോഹം ചിന്നു ചാനലിൽ ആദ്യം അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടോളൂ കേട്ടോ. റിലേറ്റഡ് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. മാത്രമല്ല ഫുൾ മൂൺ ഡേ ടെക്നിക് എന്ന് പറയുന്ന ഒരു വീഡിയോ കൂടി ഉണ്ട്, അതും കണ്ടോളൂ. ഫുൾ മൂൺ ഡേ ഒക്കെ ചെയ്താൽ ഒരു 5 പ്രാവശ്യം ചെയ്യുമ്പോഴേക്ക് തീർച്ചയായിട്ടും ഫലം കിട്ടും കേട്ടോ. വളരെയധികം അതായത് എഫക്റ്റീവ് ആയ ഒരു മെത്തേഡാണ് ഫുൾ മൂൺ ഡേ ടെക്നിക് എന്ന് പറയുന്നത്. അതായത് പൗർണമി ദിവസം നമ്മൾ ചന്ദ്രനെ നോക്കിയിട്ട്, അതായത് ആ ഒരു സമയത്ത് നമുക്ക് എന്താണോ ആഗ്രഹം ആ ആഗ്രഹം നമ്മൾ ആ ഒരു സമയത്ത്
ചന്ദ്രനെ നോക്കി, അതായത് ഫുൾ മൂണിനെ നോക്കിയിട്ട് പറയാം എനിക്ക് ഈ കാര്യം സാധിപ്പിച്ചു തന്നതിന് നന്ദി എന്ന് പറയാം. അതിന്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു ഫുൾ മൂൺ ഡേ ദിവസം ചന്ദ്രന്റെ പ്രകാശം കിട്ടുന്ന സ്ഥലത്ത്, അതായത് ആ ഒരു പ്രകാശം നമുക്ക് ആ ഒരു കാണണം, നമുക്ക് ആ പ്രകാശം ഇവിടെ തീർച്ചയായിട്ടും വരും എന്ന് ഉറപ്പുള്ള ആ ഒരു സ്ഥലത്ത് ഒരു ബക്കറ്റിൽ ശുദ്ധജലം എടുത്തുകൊണ്ട് ആ പ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് ഒരു ദിവസം ഫുള്ളായിട്ട് വെക്കുക. അതായത് രാത്രി ഫുള്ള് വെച്ചിട്ട് രാവിലെ നമ്മൾ ആ വെള്ളം കൊണ്ട് കുളിക്കുക. അതായത് നമ്മൾ സാധാരണ പോലെ വെള്ളം കൊണ്ട് കുളിക്കുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഈ വെള്ളം നമ്മുടെ മേലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടി അതൊന്ന് ഒഴിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കോളൂ. ആഗ്രഹം സാധിക്കാൻ വളരെ ഫലപ്രദമായ ടെക്നിക്കാണ് കേട്ടോ. ഈ 2 ടെക്നിക്കും ശിവാൻ ചിന്നു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അതായത് മണി അഫർമേഷൻ ആണ് ഈ 2 കാര്യങ്ങളും. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏതാണോ സൗകര്യം അത് ചെയ്തോളൂ. ഭക്തിയാണ് പ്രേക്ഷകർക്ക്, ഭക്തിയിലൂടെയാണ് നിങ്ങൾക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കും എന്ന വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഭക്തിയിലൂടെ തന്നെ നേടിക്കോളൂ. നാമങ്ങളും മന്ത്രജപങ്ങളും ചെയ്തോളൂ, തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും കേട്ടോ. അതെല്ലാം നിങ്ങൾ പ്രപഞ്ച ശക്തിയിലാണ് വിശ്വസിക്കുന്നത്. ഈ പ്രപഞ്ചം എനിക്ക് തരും, ഞാൻ പ്രപഞ്ച ശക്തിയിൽ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഏതാണോ സൗകര്യം അതിനനുസരിച്ച് ചെയ്തോളൂ. രണ്ടായാലും ഒരേ ഫലം തന്നെയാണ് കിട്ടുക. ഞാൻ രണ്ടും ചെയ്യാറുണ്ട് കേട്ടോ. നാമങ്ങളും ജപിക്കാറുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യാറുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടണ്ടേ. അപ്പൊ നമ്മൾ ദൈവത്തിനോട് സറണ്ടർ ചെയ്യുക. ഈ ടെക്നിക്സും, അതായത് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സും യൂസ് ചെയ്യുക. അപ്പോൾ വളരെയധികം പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരുടെ ആഗ്രഹങ്ങളും പണത്തിന്റെ ബുദ്ധിമുട്ടുകളും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. താങ്ക് യു.